2016 ഏപ്രിൽ 28 കേരളത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിലെ ഒരു കറുത്ത ഏടാണ് ആ ദിവസം. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം അത്ര വേഗം നമ്മുടെ ഒന്നും മനസ്സിൽ നിന്നും മായില്ല. പിറ്റേ വർഷം തന്നെ ആ നരാധമന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തൂക്കുകയർ വിധിച്ചതാണ്. എന്നാൽ ഇതുവരെയും വധശിക്ഷ നടപ്പാക്കിയിട്ടുമില്ല. അതിനിടെ പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള അനുമതി തേടി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. സർക്കാരിൻ്റെ അപേക്ഷ അംഗീകരിച്ച ഹൈക്കോടതി കീഴ്ക്കോടതിയുടെ വിധി ശരിവെക്കുകയും ചെയ്തു. ശിക്ഷയിൽ ഇളവ് തേടി പ്രതി അമീറുൽ ഇസ്ലാം സമർപ്പിച്ച അപ്പീൽ തള്ളിക്കൊണ്ടാണ് കോടതി ഉത്തരവ്. കേരളത്തെ നടുക്കിയ അതിക്രൂരമായ കൊലപാതകത്തിലാണ് ഹൈക്കോടതി നിർണായക വിധി പ്രസ്താവിച്ചത്. പെരുമ്പാവൂർ സ്വദേശിയായ നിയമവിദ്യാർത്ഥിനി സ്വന്തം വീട്ടിൽ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടത് 2016 ഏപ്രിൽ 28. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അതേ വർഷം ജൂൺ 16 പ്രതി പിടിയിലായി. അസം സ്വദേശി അമീറുൽ ഇസ്ലാമാണ് സമാനതകളില്ലാത്ത ക്രൂരത ചെയ്തെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. 2017 ഡിസംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചു. അപൂർവങ്ങളിൽ അത്യപൂർവവും അതിക്രൂരവുമായ കൊലപാതകമെന്ന് വിലയിരുത്തിയായിരുന്നു ആ ശിക്ഷാവിധി. വിചാരണ കോടതി വധശിക്ഷ വിധിച്ചാൽ അത് നടപ്പാക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വേണമെന്നതിനാൽ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. ആ ഹർജിയിലാണ് അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, S മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവിച്ചത്. താൻ നിരപരാധിയാണെന്നും തെളിവുകൾ പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും കാട്ടി പ്രതി സമർപ്പിച്ച ഹർജി കോടതി തള്ളി. അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായാണ് നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. 38 മുറിവുകളാണ് യുവതിയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ 4 നിന്ന് ലഭിച്ച DNA തെളിവുകൾ ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകളും 27 സാഹചര്യ തെളിവുകളും അമീറുൽ ഇസ്ലാമിനെതിരെ അന്വേഷണ സംഘം നിരത്തി. നിർഭയ കേസിനേക്കാൾ ഗൗരവകരമായ കേസാണിതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ NK ഉണ്ണികൃഷ്ണൻ വിലയിരുത്തുന്നു. സംഭവം ഉണ്ടായ ഉടനെ തന്നെ ശേഖരിച്ച 3-4 ദിവസങ്ങളിൽ ശേഖരിച്ച തെളിവുകളാണ് ഈ കേസിന്റെ അടിസ്ഥാനം. ആ കേസ് അതിന്റെ പിൻബലത്തിലാണ് അന്വേഷണം തുടർന്നു പോകുന്നത്. തീർച്ചയായിട്ടും ആദ്യകാലത്ത് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള അന്വേഷണം. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ട് ദിശയിലേക്കുള്ള അന്വേഷണം കൊണ്ടുപോകുവാനും പ്രതിയെ കണ്ടെത്തുവാനും ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. നീതി കിട്ടിയെന്നാണ് നിയമവിദ്യാർത്ഥിനിയുടെ അമ്മയുടെ പ്രതികരണം. അവനെ തൂക്കിക്കൊല്ലാൻ തന്നെ കോടതി വിധി പ്രഖ്യാപിച്ചു. നമുക്ക് അത് സന്തോഷമാണ്. എനിക്കിപ്പോൾ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിച്ചു. ഇത്ര നാൾ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു, കാരണം ഇത്രയും കാലം നീണ്ടു പോയതുകൊണ്ട്. അപ്പോൾ എന്താവും എന്നുള്ളൊരു ജ്വരമായിരുന്നു. ഇന്നിപ്പോൾ അത് വിധി പ്രഖ്യാപിച്ചു, അവനെ തൂക്കിക്കൊല്ലാൻ തന്നെ പ്രഖ്യാപിച്ചു. നമുക്ക് കേസ് അനുകൂല്യമായി വിധി. എത്രയും വേഗം തൂക്കിക്കൊല്ലാൻ തന്നെയാണ്, ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത് അഭിമാന മുഹൂർത്തം. പ്രതിക്കെതിരെ തെളിവുകൾ നിരത്തി ബഹുമാനപ്പെട്ട കോടതി മുമ്പായി കുറ്റപത്രം സമർപ്പിക്കാന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ലക്ഷ്യം. അവിടെ പിന്നെ വേവറിംഗിന്റെ ആവശ്യം വരുന്നില്ല. സത്യസന്ധമായ അന്വേഷണം പോലും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ വിജയം കൂടിയാണ് ഇന്നത്തെ ബഹുമാനപ്പെട്ട കോടതി വിധി. അതേസമയം വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അഡ്വക്കേറ്റ് BA ആളൂർ പറഞ്ഞു. ഒരു സാധാ എളുന്ത് പയ്യനെ കൊണ്ട് ഇത്രയും ശക്തയായ ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തുകയും അവർക്കെതിരെ ഉള്ള ബലാത്സംഗം നടക്കുകയും ചെയ്തു എന്ന് പറയുന്നത് വളരെ നിയമവിരുദ്ധമാണ്. ഇനി ഇതിലുള്ള എല്ലാ പഴുതുകളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ പറയുന്ന പരിഗണനയ്ക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. വിധി നടപ്പാക്കാൻ ഇനിയും കടമ്പകൾ ഏറെയാണെങ്കിലും ഇത് അസാധാരണമായ കേസെന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളുടെ വിലയിരുത്തൽ. മനുഷ്യത്വത്തിന് മനസാക്ഷിക്കൊപ്പം നിന്നുകൊണ്ടുള്ള വിധിയെന്ന് നൊബേൽ സമ്മാന ജേതാവ് അലക്സാണ്ടറിന്റെ വരികൾ ഉദ്ധരിച്ചാണ് കോടതി വിധി പ്രസ്താവം പൂർത്തിയാക്കിയത്.